ശബരിമല എന്ന് പറയുന്നത് സർവ്വമത സമഭാവനയോടുകൂടി എല്ലാവർക്കും പോകാവുന്ന സ്ഥലമാണ്. അതിന്റെ പേരിൽ 2500 കോടി രൂപ പ്രതിവർഷം കിട്ടുന്ന കേരള ഗവൺമെന്റ് അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള രാഷ്ട്രീയ നീക്കമാണ്. വിശ്വാസികളുടെ മാത്രം വിഷയം എന്നുള്ളതിലുപരി കേരളത്തെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സീസണിൽ വലിയ തീർത്ഥാടക പ്രവാഹം ഉണ്ടാവുകയാണ് കേരളത്തിലേക്ക്. നമ്മുടെ എക്കോണമിയെ ചലിപ്പിക്കുന്നതിലും അതിനൊരു റോളുണ്ട്. അപ്പോൾ ഇത് കേവലം ദേവസ്വം ബോർഡിന്റെ വിഷയം എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിന്റെ പൊതുവിഷയം തന്നെയാണ് എന്നിരിക്കെ ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക, എന്തൊക്കെയാണോ തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റി കൊടുക്കുക, കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക്, ഒരു പിൽഗ്രിം സെന്റർ എന്നുള്ള നിലയിൽ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് വരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക, ഇത് ഏത് സർക്കാർ ഭരിച്ചാലും ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അതൊരു സ്വാഭാവിക ആലോചനയാണ് എന്ന നിലയിൽ എന്തുകൊണ്ട് കണ്ടുകൂടാ? എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ വിമർശിക്കുന്നതിൻ്റെ കാര്യം അറിയാമോ അഭിലാഷേ? പ്രതിവർഷം ശബരിമലയിൽ സീസൺ കൂടി വന്നു കഴിഞ്ഞാൽ സർക്കാരിന് കിട്ടുന്ന ലാഭം, അത് ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്ന കാണിക്ക വെച്ചിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ശബരിമലയിൽ ഭക്തന്മാർ വരുമ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു ഭക്തനിൽ നിന്ന് മിനിമം 500 രൂപ വെച്ച് കേരള ഗവൺമെൻറ് കിട്ടും. പുറത്തുനിന്ന് വരുന്ന ആളുടെ കയ്യിൽ നിന്ന് 2500 രൂപ വെച്ചെങ്കിലും കിട്ടും. മനസ്സിലായില്ലേ? ഒരു കുപ്പി വെള്ളം മേടിച്ചാൽ, ഒരു തീപ്പെട്ടി മേടിച്ചാൽ, ഒരു തോർത്ത് മേടിച്ചാൽ അടക്കം കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പ്രതിവർഷം 2500 കോടി രൂപയാണ് ഭക്തന്മാർ വരുന്ന ഇനത്തിൽ കേരള ഗവൺമെൻറ് കിട്ടുന്നത്. ആ ഗവൺമെൻറ് ദേവസ്വം ബോർഡിന് കിട്ടുന്ന 300 കോടി ആയിരിക്കും. തെറ്റുണ്ട്, കമ്മീഷണർ തിരുത്തട്ടെ. 300 കോടി കിട്ടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ചെലവിനെക്കുറിച്ച് നമ്മളാരും ചർച്ച ചെയ്യത്തില്ല. മനസ്സിലായില്ല? ദേവസ്വം ബോർഡിൻ്റെ ഈ വർഷത്തെ വരുമാനം എത്രയാണ്? ഉദാഹരണം 300 കോടി, അതിലെത്ര ചെലവ്, എത്ര ബാക്കി എന്നുള്ളത് ആരും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഒന്നും ചെയ്യാതെ KSRTC വഴിയും വെള്ളം ദേവസ്വം ബോർഡ് ഈ ശബരിമലയിലേക്ക് വെള്ളം, വാട്ടർ സപ്ലൈ ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റിക്ക് ആയിക്കോട്ടെ, ഈ എല്ലാ ഇനത്തിലും ഓരോ ഭക്തനും വരുമ്പോഴടക്കം സർക്കാരിലേക്ക് പ്രതിവർഷം 2500 കോടി കിട്ടുന്നുണ്ട്. ഈ 2500 കോടി കിട്ടുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ശബരിമലയ്ക്ക് വേണ്ടി എന്നതാണ് ഞാൻ ചോദിച്ച ചോദ്യം. 10 വർഷമായി ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുകയല്ലേ? ഇവർ പറഞ്ഞ് ക്യൂ കോംപ്ലക്സ് ആണ്. ക്യൂ കോംപ്ലക്സ് ഒക്കെ പണിത് ആരാന്ന് എന്നെ പറഞ്ഞൊന്നും കുഞ്ഞിക്കണ്ണനൊന്നും പഠിപ്പിക്കേണ്ട. അതൊക്കെ എസ്സറിനായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൊക്കെ ഇരുന്നപ്പം വളരെ കൃത്യമായ പാക്കേജ് അനുസരിച്ച് ചെയ്ത കാര്യങ്ങളാണ്. ക്യൂ കോംപ്ലക്സും അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുള്ള സ്കീമിനെ കുറിച്ചൊന്നും എന്നെ പഠിപ്പിക്കാനൊന്നും കുഞ്ഞിക്കണ്ണം വളർന്നിട്ടില്ല. എൻ്റെ ഭക്തിയെ ചോദ്യം ചെയ്യാനും കുഞ്ഞിക്കണ്ണം വളർന്നിട്ടില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അല്ല, ഇലക്ഷൻ വരുമ്പോൾ സീസൺ അനുസരിച്ച് കാറ്റത്ത് തൂറ്റുന്ന പരിപാടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്, ഈ വ്യക്തിപരമായി എനിക്കുള്ളത്, ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്കുള്ളത്. എനിക്ക് ചലഞ്ച് ചെയ്ത് തന്നെയാണ് പറയുന്നത്. മറ്റെന്തിനേക്കാൾ വലുതായി ഈശ്വര വിശ്വാസമുള്ളൊരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ ചലഞ്ച് ചെയ്ത് തന്നെ പറയാം. എനിക്ക് വൈകാരികമാണെന്നേ. ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസ പ്രശ്നമുണ്ടായ, ആചാരാനുഷ്ഠാന വിഷയമുണ്ടായല്ലോ, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അഭിലാഷിന് അറിയാലോ. ആ നടന്നിട്ടുള്ള 2017, 18, 19 കാലത്തെ TV ഡിബേറ്റുകൾ എടുത്ത് നോക്കുക. അന്നും ഞാൻ വിശ്വാസികളുടെ പക്ഷത്ത് നിന്ന് നിലപാടെടുത്തിട്ടുള്ള ആളാണ്. ഇന്നും എടുക്കും, നാളെ എടുക്കും. ശരി, അതിനകത്ത് തർക്കമൊന്നുമില്ല. UDFന്റെ പൊസിഷൻ ഇപ്പോൾ UDF നേതൃയോഗം നടന്നുകൊണ്ട് 7:30-ക്ക് ശേഷമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റിയോടുകൂടി പറയേണ്ട കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പൊതുസമൂഹത്തോട് പറയും. എന്തുകൊണ്ട് ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് വിമർശിക്കുന്നു, അത് പ്രതിപക്ഷ നേതാവ് പറയും. അതിനകത്തൊന്നും ഒരു തർക്കവും വേണ്ട. ഇവിടെ ഞാൻ രാഷ്ട്രീയമല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കമ്മീഷണർ ഇരിക്കുന്നതുകൊണ്ടാണ് ചോദിച്ചത്. അവിടുത്തെ സാനിറ്റേഷൻ സൗകര്യത്തിന് സർക്കാർ തരേണ്ട മൊത്തം പദ്ധതി 4.5 കോടിയാണെങ്കിൽ 2.25 കോടി തന്നോ? കമ്മീഷൻ മറുപടി പറഞ്ഞില്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ. ഞാൻ വെറുതെ ഒരു സെക്കൻഡ്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ശബരിമലയുടെ വികസനം കാംക്ഷിക്കുന്ന ഈ കേരള ഗവൺമെന്റ് 130 കോടി രൂപ ഫ്രീ ആയിട്ട് വസ്തു വിട്ടുകൊടുത്ത ഇനത്തിൽ കിട്ടിയത് കൊടുത്തോ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് കമ്മീഷൻ മറുപടി പറയാത്തത്? പിന്നെ ഇവിടെ പറഞ്ഞു മതനിരപേക്ഷതയെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും പറഞ്ഞു. മതേതരത്വമൊക്കെ പ്രസംഗിക്കുന്ന കാര്യമാണ്, മതനിരപേക്ഷത കൊള്ളാവുന്ന ആശയമാണ്, അതിനൊന്നും എനിക്ക് വിയോജിപ്പുള്ള ആളല്ല. പക്ഷേ ശബരിമലയിലെ 1253 ക്ഷേത്രങ്ങളും മതേതരത്വം നിലനിൽക്കുന്നുണ്ടോ? ശബരിമലയിൽ സർവ്വ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കയറാം. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും കയറാൻ ഒക്കുമോ? കമ്മീഷൻ പറയട്ടെ. ഇനി ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായി മറ്റൊരു മതസ്ഥനെ വെക്കുമോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വെക്കുമോ? അവിടെ വോട്ട് ചെയ്യാൻ കേരള നിയമസഭയിലെ 140 MLA-മാരിൽ ഹിന്ദു MLA-മാർക്കല്ലാതെ വേറെ ആർക്കും അവകാശമുണ്ടോ? അവിടെ ജോലിക്ക് ആളെ എടുക്കുന്നതിന് PSC വഴിയാണോ ആളെ എടുക്കുന്നത്, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണോ ആളെ എടുക്കുന്നത്? എന്തുകൊണ്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്? അപ്പം മതേതരത്വം നിലനിൽക്കുന്ന, മതനിരപേക്ഷ നിലപാടുള്ള സർവ്വമതത്തിൽപ്പെട്ട ആളുകൾക്കും പ്രവേശിക്കാൻ കഴിയുന്ന ക്ഷേത്രമാണ് ശബരിമല എന്ന യാഥാർത്ഥ്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ആ തീർത്ഥാടന കേന്ദ്രത്തെ മാനിക്കുമ്പോൾ തന്നെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ കയറാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു മതസ്ഥാപനമാണ്, ഒരു സംശയം വേണ്ട. അതിന്റെ ടൈറ്റിൽ അങ്ങനെയാണ്. അങ്ങനെ മതസ്ഥാപനമായതുകൊണ്ടാണ് ഹിന്ദു MLA-മാർ വോട്ട് ചെയ്യുന്നത്. ഇനി ഭരിക്കുന്ന കക്ഷിക്കല്ല MLA-മാർ ഹിന്ദുക്കൾ കൂടുതലെങ്കിൽ പ്രതിപക്ഷത്തുനിന്നുള്ളവൻ ബോർഡ് മെമ്പറാകും. സംശയമുണ്ടോ?
അതുകൊണ്ട് ഇത് രാഷ്ട്രീയ തേർവാഴ്ചയൊന്നുമല്ല, കുഞ്ഞിക്കണ്ണൻ അങ്ങനെ ധരിക്കണ്ട. ശരി, കേരള നിയമസഭയിൽ പ്രതിപക്ഷത്താണ് ഹിന്ദു MLA-മാരുടെ എണ്ണം കൂടുതലെങ്കിൽ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന അവരായിരിക്കും. ശരി, അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ശരി, ഇത് ഹിന്ദു മത സ്ഥാപനമാണ് ദേവസ്വം ബോർഡ്. ശരി, ശരി. ശബരിമല എന്ന് പറയുന്നത് സർവ്വമത സമഭാവനയോടുകൂടി എല്ലാവർക്കും പോകാവുന്ന സ്ഥലമാണ്. അതിന്റെ പേരിൽ 2500 കോടി രൂപ പ്രതിവർഷം കിട്ടുന്ന കേരള ഗവൺമെന്റ് അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ചിട്ടില്ല. കേരള സർക്കാർ ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള രാഷ്ട്രീയ നീക്കമാണ്. 2019 ചെയ്തത് തെറ്റായി പോയത് കൊണ്ട് തിരിച്ചു പിടിക്കാൻ രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയോ കൂടി ആലോചിക്കാൻ വിനിയോഗിക്കാതെ ഏകപക്ഷീയ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെന്റ്.